അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 7ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ 16ാമത്തെ പാഠം അദ്ദർസു സാദിസ അശറ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. എന്തിനാണ് കുറെ നിയമങ്ങൾ? ഈ നിയമങ്ങളൊന്നുമില്ലെങ്കിൽ എന്ത് സുഖമാണ്? മൃഗങ്ങൾക്ക് നിയമങ്ങളുണ്ടോ? ഖാസിമും ഷിബിലിയും ഗൗരവമുള്ള ചർച്ചയിലാണ്. മൃഗങ്ങൾ വസ്ത്രം ധരിക്കുന്നില്ല. അവർക്ക് ശുചിമുറിയോ കുളിമുറിയോ ഇല്ല. തിന്നാനോ കുടിക്കാനോ നിയന്ത്രണങ്ങളില്ല. മദ്രസയിലോ സ്കൂളിലോ പോകുന്നില്ല. മനുഷ്യന് ഇങ്ങനെയൊക്കെ മതിയെന്നാണോ നീ പറയുന്നത്? ഖാസിം ചോദിച്ചു. ഷിബിലി: അതു പറ്റില്ല, മനുഷ്യർക്ക് നിയമങ്ങളൊക്കെ വേണം. ചർച്ച കേട്ട് അടുത്ത സീറ്റിലുള്ള ഉസ്താദ് ഇടപെട്ടു. നിയമം വേണമെന്ന് രണ്ടുപേരും സമ്മതിച്ചല്ലോ. ഇനി പറയൂ, ആരാണ് ഈ നിയമം ഉണ്ടാക്കുക? മനുഷ്യർ തന്നെ. മനുഷ്യരിൽ പല വിഭാഗങ്ങളില്ലേ? സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ, വൃദ്ധർ, തൊഴിലാളികൾ, മുതലാളിമാർ. അവർ തന്നെ പല രൂപത്തിലാണ്. രാജ്യങ്ങൾ, സംസ്കാരങ്ങൾ, കാലഘട്ടങ്ങൾ എല്ലാം വ്യത്യസ്തം. ഇവർക്കെല്ലാം ആരാണ് നിയമങ്ങൾ ഉണ്ടാക്കുക? ഒരാൾക്ക് വേണ്ടി നിയമം ഉണ്ടാക്കാൻ മറ്റൊരാൾക്ക് എന്താണ് അവകാശം? ഒരാൾ ഉണ്ടാക്കുന്ന നിയമം മറ്റൊരാൾക്ക് സ്വീകാര്യമാകണമെന്നുണ്ടോ? ഇനി സ്വീകരിച്ചാൽ തന്നെ അത് ശരിയാവണമെന്നുണ്ടോ? മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ നമുക്ക് നിയമം ഉണ്ടാക്കുന്നതിൽ പരിമിതിയുണ്ട് എന്ന് മനസ്സിലായി. എന്നാൽ സ്വന്തം കാര്യങ്ങളിലെങ്കിലും നമുക്ക് നമ്മുടെ ചോയ്സുകൾ ആയിക്കൂടെ? നാം എന്ത് ധരിക്കണം, മുടി എങ്ങനെ മുറിക്കണം, ഏതു ഭക്ഷണം കഴിക്കണം എന്നൊക്കെ നമുക്ക് തീരുമാനിച്ചുകൂടെ? പറ്റില്ല. എന്തുകൊണ്ട്? മക്കളെ നോക്കൂ, നമ്മുടെ ശരീരത്തിൽ നമുക്ക് പൂർണ്ണാവകാശമുണ്ടോ? നാം ജനിച്ചതു നമ്മുടെ ഉദ്ദേശപ്രകാരമാണോ? നമ്മുടെ രൂപവും നിറവും അവയവങ്ങളുമൊക്കെ എങ്ങനെയാവണമെന്ന് നാം ആണോ തീരുമാനിച്ചത്? നമുക്ക് ദാഹിക്കുന്നതും വിശക്കുന്നതും രോഗമുണ്ടാകുന്നതും നമ്മുടെ ഇഷ്ടപ്രകാരമാണോ? അപ്പോൾ നമുക്ക് നിയമമുണ്ടാക്കാൻ പറ്റില്ല, മറ്റുള്ളവർക്കും പറ്റില്ല. പിന്നെ ആരാണ് നിയമമുണ്ടാക്കുക? ഒരു വണ്ടി ഉണ്ടാക്കിയെന്ന് വെക്കുക. ആരാണ് അതിന്റെ ഉപയോഗ നിയമങ്ങൾ നിർദ്ദേശിക്കുക? ഉണ്ടാക്കിയ കമ്പനി. ശരിയാണ്. ആരാണോ നിർമ്മിച്ചത് അയാൾക്കാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുക. കമ്പനി തന്നെയാണ് യൂസർ മാനുവൽ നിർദ്ദേശിക്കേണ്ടത്. മനുഷ്യരാശിക്ക് ആവശ്യമായ മുഴുവൻ നിയമങ്ങളും ഉണ്ടാക്കേണ്ടത് അവരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവാണ്. നാം എന്തു ധരിക്കണം, മുടി എങ്ങനെ മുറിക്കണം, എന്തു ഭക്ഷണം കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അവൻ തന്നെയാണ്. അപ്പോൾ എന്റെ ശരീരം എന്റെ തീരുമാനം, മൈ ബോഡീസ് മൈ ചോയ്സ് എന്ന ആശയം തെറ്റാണല്ലേ ഉസ്താദെ? അത് തെറ്റാണ്. മറ്റാരുടെയും ഒരു നിയമവും അനുസരിക്കേണ്ട എന്നാണോ? അല്ല. മാതാപിതാക്കൾ, ഗുരുവര്യർ, കോടതികൾ, ഭരണാധികാരികൾ, ഇങ്ങനെ പലരെയും നാം അനുസരിക്കേണ്ടി വരും. ഇങ്ങനെ ചിലരെ അനുസരിക്കണമെന്നതും സൃഷ്ടാവായ അല്ലാഹു തആലയുടെ നിയമം തന്നെയാണ്. ഖുർആൻ പറയുന്നു, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. അല്ലാഹു അല്ലാതെ വിധികർത്താവ് ഇല്ല. ഷിബിലി: ഞാൻ ഇത്രയും ചിന്തിച്ചിരുന്നില്ല. അദ്ദർസു സാദിസ അശറ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. 1. നുജീബ്: ഉത്തരം എഴുതുക. മനുഷ്യന് ജീവിത നിയമങ്ങൾ ഇല്ലെങ്കിൽ എന്താണ് കുഴപ്പം? ഉത്തരം: മനുഷ്യർ മൃഗങ്ങൾക്ക് തുല്യമാകും. 2. മനുഷ്യ ജീവിതത്തിന് മനുഷ്യർ തന്നെ നിയമമുണ്ടാക്കിയാൽ എന്തു സംഭവിക്കും? ആ നിയമങ്ങൾ ലംഘിക്കപ്പെടും. 3. നാം എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അല്ലാഹു തആലയാണ്. കാരണം അല്ലാഹുവാണ് നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ എന്നതുകൊണ്ട്. 4. ഇവരെ അനുസരിക്കലും അല്ലാഹു തആലയുടെ നിയമം തന്നെയാണ്. ആരെ? മാതാപിതാക്കൾ, ഗുരുവര്യർ, കോടതികൾ, ഭരണാധികാരികൾ. 2. നുബയ്യിന് വ്യക്തമാക്കുക. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. മനുഷ്യർ പല വിഭാഗങ്ങളാണ്.
അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് മനുഷ്യൻ തന്നെ നിയമങ്ങൾ ഉണ്ടാക്കുക എന്നത് അപ്രായോഗികമാണ്. സ്വന്തം കാര്യങ്ങളിൽ തന്നെ നമുക്ക് പൂർണ്ണാവകാശമില്ല. ഇനി 3, തഖ്സീസ്. നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു അവകാശവുമില്ല. കുറിപ്പെഴുതുക. മനുഷ്യരിൽ പല വിഭാഗങ്ങളില്ലേ? സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ, വൃദ്ധർ, തൊഴിലാളികൾ, മുതലാളിമാർ. അവർ തന്നെ പല രൂപത്തിലാണ്. രാജ്യങ്ങൾ, സംസ്കാരങ്ങൾ, കാലഘട്ടങ്ങൾ എല്ലാം വ്യത്യസ്തം. ഇവർക്കെല്ലാം ആരാണ് നിയമങ്ങൾ ഉണ്ടാക്കുക? ഒരാൾക്ക് വേണ്ടി നിയമമുണ്ടാക്കാൻ മറ്റൊരാൾക്ക് എന്താണ് അവകാശം? ഒരാൾ ഉണ്ടാക്കുന്ന നിയമം മറ്റൊരാൾക്ക് സ്വീകാര്യമാകണമെന്നുണ്ടോ? ഇനി സ്വീകരിച്ചാൽ തന്നെ അത് ശരിയാവണമെന്നുണ്ടോ? മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ നമുക്ക് നിയമം ഉണ്ടാക്കുന്നതിൽ പരിമിതിയുണ്ട് എന്ന് മനസ്സിലായി. എന്നാൽ സ്വന്തം കാര്യങ്ങളിലെങ്കിലും നമുക്ക് നമ്മുടെ ചോയ്സുകൾ ആയിക്കൂടെ? നാം എന്ത് ധരിക്കണം, മുടി എങ്ങനെ മുറിക്കണം, ഏതു ഭക്ഷണം കഴിക്കണം എന്നൊക്കെ നമുക്ക് തീരുമാനിച്ചുകൂടെ? പറ്റില്ല. എന്തുകൊണ്ട്? മക്കളെ നോക്കൂ, നമ്മുടെ ശരീരത്തിൽ നമുക്ക് പൂർണ്ണാവകാശമുണ്ടോ? നാം ജനിച്ചത് നമ്മുടെ ഉദ്ദേശ്യപ്രകാരമാണോ? നമ്മുടെ രൂപം, നിറം, അവയവങ്ങളുമൊക്കെ എങ്ങനെയാവണമെന്ന് നാം ആണോ തീരുമാനിച്ചത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.